വല്ലാഞ്ചിറ മുഹമ്മദ് അലിക്ക, കൗൺസിലർമാരായ സുലൈക്ക, ഫാത്തിമ വല്ലാഞ്ചിറ, റിയാസ് ബാബു, മറ്റ് സക്കീർ വല്ലാഞ്ചിറ, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, സാറ്, ഹെഡ് മാസ്റ്റർ ജയദീപ് സാർ അടക്കമുള്ള സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ മംഗലശ്ശേരി പാലക്കുളം GMLP സ്കൂളിൻ്റെ 77ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ഓട്ടത്തിലാണ്. ഏകദേശം 3 എണ്ണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഒന്നുകൂടിയും പങ്കെടുക്കാനുണ്ട്. പക്ഷേ മനസ്സിൽ തട്ടിയ ഒരു കാര്യം പറയട്ടെ. ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലുള്ള ഒരു വാർഷികാഘോഷം ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിനെ നിങ്ങൾ എത്രമാത്രം നെഞ്ചിലേറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ ഒരു കാര്യവും വേണ്ട, ഈ സദസ്സ് മാത്രം മതി. മംഗലശ്ശേരി പാലക്കുളം സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഓടുന്ന ഒരു ട്രെയിനിൽ ഞങ്ങളെല്ലാവരും ചാടിക്കയറുക എന്ന് മാത്രമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന വെള്ളാഞ്ചിറ മുഹമ്മദ് അലി സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ കാലശേഷം ഫാത്തിമ അടക്കമുള്ള, സുലൈഖാത്ത അടക്കമുള്ള കൗൺസിലർമാർ അത് നിറവേറ്റിക്കൊണ്ടുവരികയാണ്. ഇവിടെ അറിയാൻ സാധിച്ചത് ഏകദേശം 500-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാണ്. ഇത്രയും ചെറിയ ഒരു സംവിധാനത്തിൽ ഇത്രയും ചെറിയ ഒരു സംവിധാനത്തിൽ ഇത്രയും അധികം കുട്ടികൾ പഠിക്കുമ്പോൾ അത് ഇവിടെ സ്കൂളിൻ്റെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് കാലങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു സ്കൂളിലെ ഒരു പ്രവർത്തനം കണ്ടിട്ടാണ് നമ്മൾ എല്ലാ കുട്ടികളെയും പിറ്റത്തെ കൊല്ലം അവിടെ ചേർക്കുന്നത്. മംഗലശ്ശേരി സ്കൂൾ അല്ലെങ്കിൽ പാലക്കുളം സ്കൂൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവിടെ കൊണ്ടുപോയി ചേർക്കും എന്നുള്ളതല്ല. നിങ്ങളുടെ ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ വരും തലമുറയെ, അതായത് ഭാവിയിൽ വരുന്ന കുട്ടികളെ ഇവിടെ ചേർക്കുന്നത്. അതെന്തുകൊണ്ടും ഇവിടെ സുരക്ഷിതമാണ് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഈ 500-ൽ പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. വളരെ അത്ഭുതം തോന്നി. എന്നോട് ഇവിടെ മാമോലയൊക്കെ സൂചിപ്പിച്ചു, ഏകദേശം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതിൽ തന്നെ 500-ൽ പരം കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ചില്ലറ കാര്യമല്ല. മറ്റുള്ള സ്കൂളുകൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കൂളിൻ്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, സ്കൂളിന് പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. പ്രഖ്യാപിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലാണ് അതിനൊരു ഭംഗി എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാവി സ്ട്രക്ചറും മറ്റ് പ്രവർത്തനങ്ങളും കൂടുതൽ ക്ലാസ് റൂമും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നഗരസഭ വരും വർഷത്തിലേക്ക് 10 ലക്ഷം രൂപ സ്കൂളിന് മാറ്റിവെച്ചതായിട്ട് ഇവിടെ അറിയിക്കുകയാണ്. ഈ 10 ലക്ഷത്തിൽ ഒതുങ്ങുകയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള സംഖ്യ നൽകാൻ നഗരസഭ ഒരുക്കമാണ്. പക്ഷേ എന്നിരുന്നാലും മഞ്ചേരി നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് നിങ്ങൾക്കും ഉണ്ടാവുമെന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്കൂളുകൾക്ക് ആവശ്യമായ സ്റ്റേഷനറി മെറ്റീരിയൽസ് ഇപ്പോൾ 4 ദിവസം മുമ്പ് സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ചെറിയ എമൗണ്ടാണ് എന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും.